ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലെ അസൈൻമെൻറ്റ് പാറ്റേണിനെ പറ്റിയിട്ടാണ്. കാര്യം കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, എനിക്കൊന്ന് പറഞ്ഞു തരൂ എങ്ങനെയാണ് ഓസ്ട്രേലിയ അസൈൻമെൻറ്റ് നമ്മുടെ നാട്ടിലേക്ക് പോലെയാണോ, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ അതിനെപ്പറ്റി ഒരു വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് മടിച്ച് നിൽക്കാതെ വീഡിയോയിലേക്ക് എടുക്കാം. ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. മെയിൻ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാറുള്ളത്, എനിക്ക് കുറേ പേര് ഇപ്പോഴും പിന്നെയും DMs അയക്കുന്നതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത്. കുറേ പേര് എന്നോട് ചോദിച്ചിരുന്നു, ഈ ഒരു കോഴ്സ് പഠിക്കുന്ന ആരെങ്കിലും അറിയും, അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ആരെങ്കിലും അറിയുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ളത്, നമുക്കൊരു സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിനകത്ത് ഇപ്പം തന്നെ 1300 പേര് കൂടുതൽ പേരുണ്ട്. അവരൊക്കെ ഓസ്ട്രേലിയയിൽ വരാനിരിക്കുന്നവരോ ഓൾറെഡി വന്നവരുണ്ട്. അതുകൂടാണ്ട് ഇപ്പം ഓസ്ട്രേലിയക്ക് വരാൻ പഠിക്കുന്നതിനെ പറ്റി അറിയാൻ താല്പര്യപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ അതിനകത്ത് അവരുമായിട്ട് കണക്ട് ചെയ്യണം, അവരുമായിട്ട് സംസാരിക്കണം എന്നൊക്കെയാണെങ്കിൽ ചില സിറ്റുവേഷൻ നിങ്ങളുടെ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ പഠിക്കുന്ന ഒരു വ്യക്തിയാവാം, ചിലപ്പോൾ നിങ്ങളുടെ സെയിം ഫീൽഡായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവരുമായിട്ട് സംസാരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM അയക്കുക. നിങ്ങളെ ഞാൻ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതാണ്. എങ്ങനെ അറിയാം ഒരു കോഴ്സിന് ഓരോ യൂണിറ്റിനും അസൈൻമെൻറ്റ്സ് എത്ര % ആണ്, അല്ലെങ്കിൽ എക്സാംസ് ഉണ്ടോ, അസൈൻമെൻറ്റ്സ് മാത്രമാണോ എന്നറിയാം. അത് 2 സിനാറിയോ ഉള്ളത്. ഒന്നാമത്തെ സിനാറിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കോഴ്സ് മനസ്സിൽ വിചാരിച്ചു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ മാസ്റ്റേഴ്സ് IT ചെയ്യാനായിട്ടാണ് വിചാരിക്കുന്നത്. പക്ഷേ നിങ്ങൾ യൂണിവേഴ്സിറ്റി ജസ്റ്റ് മനസ്സിൽ വെച്ചിട്ടുള്ളൂ, അപ്ലൈ ചെയ്തിട്ടില്ല, എൻറോൾ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് അറിയണം ഏതൊക്കെയാണെന്ന് അറിയണമെന്നാണെങ്കിൽ ജസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട്, ഇപ്പോൾ UW ആണെങ്കിൽ UWയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് മാസ്റ്റേഴ്സിന് IT സെർച്ച് ചെയ്യാൻ നേരത്ത് അതിനകത്ത് കോഴ്സ് ഹാൻഡ് ബുക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ കോഴ്സ് സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതിനകത്ത് സെർച്ച് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് അതിനകത്ത് ഏതൊക്കെ അസൈൻമെൻറ്റ് ഉണ്ടോ, അസൈൻമെൻറ്റ് മാത്രമാണോ, എക്സാംസ് ഉണ്ടോ, എത്ര % ആണ്, ആ ഡീറ്റെയിൽസ് ഓരോ യൂണിറ്റും സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അത് കോഴ്സ് ഹാൻഡ് ബുക്കിലാണ് യൂഷ്വലി ഉള്ളത്. പക്ഷേ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ നേരത്തെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്തിരിക്കണം ആദ്യം എന്ന് ഉറപ്പുവരുത്താനായിട്ട് ശ്രമിക്കുക. ഇതുകൊണ്ടുള്ള ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്തിട്ട് ഓരോ യൂണിറ്റും സെലക്ട് ചെയ്യുന്നൊരു സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ, നിങ്ങൾക്ക് അസൈൻമെൻറ്റ് മാത്രമുള്ള വിഷയമാണ്, അല്ലെങ്കിൽ അസൈൻമെൻറ്റ് കൂടുതലുള്ള വിഷയമാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ എക്സാം കൂടുതലുള്ള വിഷയമാണെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ഒരു യൂണിറ്റ് സെലക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അതാണ് ആദ്യത്തെ സിനാറിയോ. രണ്ടാമത്തെ സിറ്റുവേഷൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓൾറെഡി എൻറോൾ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ വളരെ സിമ്പിളാണ്. യൂണിവേഴ്സിറ്റി നിങ്ങൾക്കൊരു ഇമെയിൽ ID, നിങ്ങൾക്കൊരു സ്റ്റുഡൻറ്റ് പോർട്ടലും ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ID വച്ചിട്ട്, യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു ഇമെയിൽ ID വച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഓരോ യൂണിറ്റും സെലക്ട് ചെയ്ത് യൂണിറ്റ് ഔട്ട്ലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ യൂണിറ്റ് ഹാൻഡ് ബുക്കോ ഔട്ട്ലൈനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അറിയാൻ പറ്റും ഏതൊക്കെ അസൈൻമെൻ്റ് ആണുള്ളത്, എന്നാണ് അസൈൻമെൻറ്റ് ഡ്യൂ, അതിനകത്ത് എങ്ങനെയാണ് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ അസൈൻമെൻറ്റ് സ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ വരാൻ നേരത്ത് ഇവിടെ വളരെ 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 ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇവർ റെഫറൻസ് നോക്കും. റെഫറൻസ് നോക്കാൻ നേരത്തെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാമെന്നുണ്ട്. ഇൻ കേസ് അറിയില്ലാത്ത നിങ്ങളൊരു ഒരു വെബ്സൈറ്റിൽ നിന്ന് നോക്കി ഒരു കാര്യം എഴുതി, ആ കാര്യം എഴുതിയത് ആ വെബ്സൈറ്റിൽ നിന്നാണെന്നുള്ളത് നമ്മൾ അത് റെഫറൻസ് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്കത് പ്ലേജറിസമായിട്ട് ട്രീറ്റ് ചെയ്യും. ഒബ്വിയസ്ലി നിങ്ങൾ ഡയറക്റ്റ്ലി കോപ്പി പേസ്റ്റ് ചെയ്യില്ല, പാരഫ്രൈസ് ചെയ്തിട്ടാണ്. എങ്ങനെയൊക്കെ എഴുതിയാലും ഒരു സ്ഥലത്ത് നിന്ന് നമ്മളൊരു സാധനം എടുത്ത് ഇവിടെ ഇട്ട് അസൈൻമെൻറ്റിലായിട്ട് ആഡ് ചെയ്യാൻ നേരത്ത് അത് എവിടെ നിന്നാണ് എടുത്തതെന്നും ആരാണ് ഇതിൻ്റെ ഓർഡർ എന്നൊക്കെ പറഞ്ഞിട്ട് റെഫറൻസ് കൊടുക്കണം. റെഫറൻസ് ഓരോ അസൈൻമെൻറ്റും ചിലപ്പോൾ ഓരോന്നായിരിക്കാം, ഓരോ യൂണിവേഴ്സിറ്റിക്ക് ഓരോന്നായിരിക്കും. എൻ്റെ വരാൻ നേരത്ത് APA 7 ആണ് യൂഷ്വലി വരാറ്. ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലും ചോദിക്കും. ആ ഒരു സ്റ്റൈലിൽ ഇപ്പോൾ റെഫറൻസിന് അതങ്ങനെ ചെയ്തില്ലെങ്കിൽ, ഒന്നാമത്തെ കാര്യം റെഫറൻസ് കൊടുത്തില്ലെങ്കിൽ പ്ലേജറൈസ് ആയിട്ട് ട്രീറ്റ്. കൂടാണ്ട് റെഫറൻസിന് മാത്രം സ്പെസിഫിക് % ഉണ്ട് ഓരോ അസൈൻമെൻറ്റും. ചിലപ്പോൾ 5% ആവാം, ചിലപ്പോൾ 10% ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അത് കൊടുത്തില്ലെങ്കിൽ അത്രയും % മാർക്ക് നിങ്ങളുടെ നിന്ന് കട്ടായി പോകുന്നതാണ്. അപ്പോൾ അവരത് എങ്ങനെയാണ് ചെയ്യണേന്നൊക്കെ ഓരോ യൂണിവേഴ്സിറ്റിയിലും പറഞ്ഞു തരും. നിങ്ങൾക്ക് ഇൻ കേസ് അറിയില്ലെങ്കിൽ നിങ്ങളതിനെപ്പറ്റി അറിയേണ്ട കാര്യമില്ല. അതിന് വേണ്ടിയിട്ട് തന്നെ അവർ ചിലപ്പോൾ ഓരോ മീറ്റ്സും അതുകൂടാണ്ട് ഓരോ ക്ലാസ്സസും ഓൺലൈൻ മീറ്റിംഗ് ഒക്കെ വെക്കാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് ഡൗട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ് അടിക്കേണ്ട കാര്യമില്ല. പിന്നെ അവർ നോക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഡ് കൗണ്ടാണ്. വേർഡ് കൗണ്ടിൻ്റെ കാര്യം പറയാൻ നേരത്ത് അവർ 2500 വേർഡ്സാണ് പറഞ്ഞെങ്കിൽ നിങ്ങൾ 2500 താഴെ എഴുതിയാൽ മതി. പക്ഷെ ഒരു ഭയങ്കര 1000 വേർഡ്സായിട്ട് എഴുതിയും വെക്കരുത്. 2500 കൂടിയാലും നിങ്ങളുടെ മാർക്ക് കുറയും. അപ്പോൾ ആ ഒരു വേർഡ് കൗണ്ടിനും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സംഭവമാണ് ലേറ്റ് സബ്മിഷൻ. നിങ്ങൾ ലേറ്റായിട്ട് സബ്മിറ്റ് ചെയ്യാണ്. അതായത് ഇന്ന് 5 മണിക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ 6 മണിക്ക് സബ്മിറ്റ് ചെയ്തു. നിങ്ങൾ ഓർക്കും 1 മണിക്കൂറല്ലേ,
അതിനും മാർക്ക് ഡിഡക്റ്റ് ആവും. അപ്പോൾ കറക്റ്റ് സമയത്തിനുള്ളിൽ തന്നെ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ അതിനും അവർ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സംഭവം. വേറൊരു സംഭവമാണ് അസൈൻമെൻറ്റ് റൂബ്രിക് എന്ന് പറഞ്ഞിട്ട്. അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ യൂഷ്വലി അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ കിട്ടാൻ നേരത്തെ അതിൻ്റെ താഴെ അസൈൻമെൻറ്റ് റൂബ്രിക് എന്ന് പറയുന്നത് യൂഷ്വലി ഒരു ക്രൈറ്റീരിയ ആണ്. അപ്പോൾ എൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ റൂബ്രിക് ഇടാൻ നേരത്തെ ഒരു ടേബിളാണ്. അതിനകത്ത് ഹൈ ഡിസ്റ്റിങ്ഷൻ, ക്രെഡിറ്റ് പാസ്, ഫെയിൽ അങ്ങനെ കൊടുത്തേക്കാം. അതായത് നിങ്ങൾ ഒരു ആൻസർ എങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് ഹൈ ഡിസ്റ്റിങ്ഷൻ കിട്ടും, എങ്ങനെ എഴുതിയാൽ നിങ്ങൾ പാസ്സാവും. ഇപ്പോൾ ചില സമയത്ത് ഫെയിലിൽ കിടക്കുന്നുണ്ടാവും. നിങ്ങൾ ഈ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഫെയിൽ ആവുന്നതാണ്. അപ്പോൾ അതിനകത്ത് യൂഷ്വലി എല്ലാ ക്രൈറ്റീരിയയും കൊടുത്തിട്ടുണ്ട്, എത്ര ശതമാനമാണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കാനായിട്ട് ശ്രമിക്കുക. കാര്യം അവരുടെ എക്സ്പെക്റ്റേഷനാണ് അതിനകത്ത് വന്നേക്കുന്നത്. ആ ഒരു എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇങ്ങനെ ഇത്ര മാർക്ക് കിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ. അതുകൂടാണ്ട് ഓരോന്നിനും ഇപ്പോൾ ഒരു അസൈൻമെൻറ്റ് തന്നെ 4 ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ ഒരു 4 ക്വസ്റ്റ്യനും എത്ര പെർസെൻറ്റേജ് വെച്ചാണ് ഓരോന്നിനും മാർക്ക്, അതൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റൂബ്രിക് എന്തായാലും മര്യാദയ്ക്ക് നോക്കാനായിട്ട് ശ്രമിക്കും. ഇനി ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സംഭവമാണ് പ്ലേജറിസം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇൻ കേസ് കേട്ടല്ലെങ്കിൽ പ്ലേജറിസം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കോപ്പിയടി അല്ലെങ്കിൽ ചീറ്റിംഗ് എന്ന് പറയും. നമ്മൾ സ്വന്തമായിട്ട് എഴുതാണ്ട് വേറെ ഒരാളെ കൊണ്ട് എഴുതിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ എഴുതാൻ നേരത്തെ ജസ്റ്റ് ഗൂഗിളിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുകയോ, ഇതിനൊക്കെയാണ് പ്ലേജറിസം എന്ന് സിമ്പിൾ ടേംസിൽ പറയുകയാണെങ്കിൽ പറയുന്നത്. അത് ഇവിടെ വലിയൊരു ഇഷ്യൂ ആണ്. നിങ്ങളെ ക്ലാസ്സിൽ നിന്ന് ഡിസ്മിസ് ചെയ്യാനോ നിങ്ങളെ ഫെയിലാക്കാനോ ഒക്കെയുള്ള അധികാരം അവർക്കുണ്ട്. അപ്പം നിങ്ങളൊരു വിചാരിക്കുകയാണ്, എനിക്ക് അസൈൻമെൻറ്റ് കിട്ടിയാൽ ജസ്റ്റ് ഗൂഗിളിൽ ചെന്നിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിവിടെ പോസിബിൾ അല്ല. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത്. ഇൻ കേസ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ പറയുന്നത്. അത് പോസിബിൾ അല്ല. അതിവിടെ പ്ലേജറിസം ആയിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ചീറ്റിംഗ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത് വലിയൊരു ക്രൈം പോലെയാണ് ഇവരിവിടെ കാണുന്നത്. അപ്പോൾ അതൊരിക്കലും നടക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ഇൻ കേസ് ഒരു ആൻസർ എഴുതാൻ നേരത്ത് നിങ്ങൾ ഗൂഗിളിൽ നിന്നാണ് കണ്ടെങ്കിൽ അത് പാരാഫ്രൈസ് ചെയ്തിട്ട് അതിന് റെഫറൻസ് കൊടുത്തിട്ട് മാത്രമാണ് ഇവിടെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓർക്കും, ഞാനിപ്പോൾ ഗൂഗിളിൽ നിന്ന് എടുത്തുന്ന അവരെങ്ങനെ അറിയുന്നത്? അതായത് ആരാണോ നിങ്ങളുടെ പേപ്പർ ചെക്ക് ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫസറാണ് നിങ്ങളുടെ പേപ്പർ ചെക്ക് ചെയ്യുമെങ്കിൽ ആരുടെയും ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ വെച്ചിട്ട് നിങ്ങൾ കോപ്പി അടിച്ചേക്കണെയാണോ, നിങ്ങൾ എവിടെ നിന്നാണ് എടുത്തേക്കുന്നത്, അതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ്, ഇതൊക്കെ അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് കാരണം അതെന്തായാലും അവോയ്ഡ് ചെയ്യുക. പ്ലേജറിസം പിടിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ക്ലാസ് തന്നെ ഫെയിലാക്കാനുള്ളതുണ്ട്. അതുകൂടാണ്ട് ഇൻ കേസ് നിങ്ങൾ ഗൂഗിളിൽ നിന്ന് പാരാഫ്രൈസ് തന്നെ എഴുതി, പക്ഷെ നിങ്ങൾ റെഫറൻസ് കൊടുത്തില്ല. റെഫറൻസ് കൊടുക്കാതിരുന്നാലും അത് പ്ലേജറിസം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. കാര്യം അത് കോപ്പി അടിച്ച പോലെയാണ് അവർ ഫീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് നിങ്ങളിപ്പോൾ വേറൊരു സ്റ്റുഡൻറ്റ് സബ്മിറ്റ് ചെയ്ത പോലെ തന്നെ സബ്മിറ്റ് ചെയ്തെങ്കിലും അത് കോപ്പി അടിച്ച് നിങ്ങൾ അങ്ങോട്ടും കോപ്പി അടിച്ച് എഴുതിയാലും പ്ലേജറിസം ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ പ്ലേജറിസിനെ പറ്റി അവരെപ്പോഴും മെയിൽ അയച്ചുകൊണ്ടിരിക്കും. അതിങ്ങനെ ചെയ്യാൻ പാടില്ല, ഇതിങ്ങനെ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് എപ്പോഴും മെയിൽ കിട്ടും. അതെന്ന് വെച്ചാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അവരിങ്ങനെ മെയിൽ അയക്കണേ. എനിക്കറിയാം നിങ്ങളിപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്, അതിൻ്റെ സ്ട്രെസ് ഉണ്ട്, അങ്ങനെ വരാതെ ചില സിറ്റുവേഷനിൽ പറ്റണത് എന്താണെന്ന് വെച്ചാൽ സ്റ്റുഡൻസ് ജോലി പ്രയോറിറ്റൈസ് ചെയ്തിട്ട് അസൈൻമെൻറ്റ്സിന് പ്രയോറിറ്റി കുറച്ച് കൊടുക്കുന്ന സിറ്റുവേഷൻ. അപ്പോൾ അവരെന്നെ നോക്കണേ അപ്പോൾ പൈസ കൂടുതൽ കിട്ടുമെന്ന്. പക്ഷേ ഇൻ കേസ് പ്ലേജറിസിന് പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കേണ്ട പൈസ എന്ന് പറയുന്നത് നിങ്ങൾ എത്ര പണി എടുത്താലേ ഉണ്ടാക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. മീൻസ് അത്രയും ചിലപ്പോൾ അവർ ആ ഫുള്ള് സെമിസ്റ്ററും ഫെയിലാക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരാൻ നേരത്ത് നമ്മൾ എത്ര ഫീസ് അടയ്ക്കണം. അതിലും ഭേദം ഒരു ദിവസം ഓഫ് എടുത്ത് അസൈൻമെൻറ്റ് ചെയ്യാനായിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുക. പിന്നെ ഇൻ കേസ് നിങ്ങൾക്ക് തോന്നുകയാണ് അസൈൻമെൻറ്റ് ചെയ്തിട്ട് തീരെയുള്ള പാടാണ്, നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രൊഫസറിന് മെയിൽ അയക്കാം. എനിക്ക് പറ്റുന്നില്ല, എനിക്കൊന്ന് എക്സ്റ്റൻഷൻ തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം സിറ്റുവേഷനിലും എക്സ്റ്റൻഷൻ തരും. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി. ചില സിറ്റുവേഷനിൽ ഇപ്പോൾ മെൻ്റൽ സ്ട്രെസ്സാന്ന് പറഞ്ഞാൽ തന്നെ എക്സ്റ്റൻഷൻ കൊടുക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. അടുത്ത സിറ്റുവേഷൻ വരുന്നത് സ്പെഷ്യൽ കൺസിഡറേഷൻ. അതായത് നിങ്ങൾ സിക്കാണ്, നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് പോകണം, എന്തെങ്കിലും എമർജൻസി വന്നു, ഇങ്ങനെയൊക്കെ വരാൻ നേരത്ത് നിങ്ങൾക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മെഡിക്കലാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് വയ്യാത്തയാണെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്താൽ മതി. സ്പെഷ്യൽ കൺസിഡറേഷൻ യൂഷ്വലി പ്രൂഫ് എന്തെങ്കിലും സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻ ഉള്ളത് ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും എഫേർട്ട് എടുത്ത് അസൈൻമെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പ്ലേജറിസം അവോയ്ഡ് ചെയ്യുക. എന്തൊക്കെ വന്നാലും വേറെ എന്തെങ്കിലും ചെയ്തോ പ്ലേജറിസം ഇല്ലാണ്ട് നോക്കാനായിട്ട് ശ്രമിക്കുക. അത് ഇവിടെ വലിയ ഒരു ഇഷ്യൂ ആവും. പിന്നെ ഇനി പ്രൊഫസേഴ്സിൻ്റെ കാര്യത്തിൽ സംസാരിക്കുകയാണെങ്കിൽ യൂഷ്വലി എല്ലാ പ്രൊഫസേഴ്സും വളരെ ഹെൽപ്ഫുള്ളാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നേരിട്ട് ക്ലാസ്സിൽ ചോദിക്കാനാണെങ്കിലും നിങ്ങൾക്ക് ഇമെയിൽ അയച്ച് ചോദിച്ചാലും അവർ യൂഷ്വലി ഹെൽപ്ഫുള്ളാണ്. അതുകൂടാണ്ട് ഈ അസൈൻമെൻറ്റ് ടൈമിൽ അവർ ക്ലാസ്സിൽ അസൈൻമെൻറ്റിനെ പറ്റി ഡിസ്കസും ചെയ്യും എന്തൊക്കെയാണോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഇൻ കേസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയും ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കാൻ അവരെ കാണാൻ. അങ്ങനെ അപ്പോയിൻമെൻറ്റ് എടുത്ത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അസൈൻമെൻറ്റിന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ പറ്റുന്നത് പല ടൈപ്പ് അസൈൻമെൻറ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് 2500 വേർഡ്സ് ചെയ്ത്, അതായത് തിയറി ടൈപ്പ്. ചില എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വിസ് ടൈപ്പ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ടൈപ്പ്. ഇപ്പം ഞാൻ ഇതുവരെ പറഞ്ഞത് യൂഷ്വലി വരുന്നത് തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ കാര്യമാണ്. ഇപ്പോൾ MCQ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഓർക്കും അതിനകത്ത് ഇവിടെ പ്ലേജറിസം എന്ന് നിങ്ങൾ ഓർക്കും. പക്ഷേ
MCQന് വരുന്ന ക്വസ്റ്റ്യൻസ് ഇപ്പം പിന്നെ ChatGPTയിലൊക്കെ ഉത്തരം കിട്ടണമെന്ന് കുറേ പേര് പറഞ്ഞു കേട്ടു. ഞാൻ യൂണിവേഴ്സിറ്റി പഠിക്കാൻ നേരത്ത് MCQന് വരുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അവർ പറഞ്ഞത് എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനൊരു സംഭവം ഗൂഗിളിലില്ല എന്നാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് അതേപോലത്തെ ക്വസ്റ്റ്യൻസാണ് മൾട്ടിപ്പിൾ ചോയ്സിന് വരുന്നത്. അപ്പം നമ്മൾക്ക് ചില സിറ്റുവേഷനിൽ പഠിച്ചില്ലെങ്കിൽ ഉത്തരം ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കാം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നടക്കുന്നതല്ല. ഏത് സിലബസാണ്, ഏത് വീക്കിനെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ എന്നൊക്കെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞിട്ടുണ്ടാവും. അറ്റ്ലീസ്റ്റ് അത് നോക്കി വെക്കാനെങ്കിലും ശ്രമിക്കുക. കാര്യം ഗൂഗിളിൽ നിന്ന് കിട്ടില്ലാത്ത ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ഞാനപ്പോൾ ഓർക്കേണ്ടത് ഇത് എന്നായി സംഭവമെന്ന്. പിന്നെ ഞാൻ പല വീഡിയോസിലും പറയാറുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടുതലും സെൽഫ് സ്റ്റഡിയാണ്. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, നാട്ടിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം പഠിപ്പിക്കുന്നു, അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ മാത്സ് ഒക്കെ ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഒരു ടൈപ്പ് നമ്മൾ പഠിപ്പിക്കുന്നു, എന്നിട്ട് അതിനകത്ത് സംഖ്യകൾ മാറ്റിയിട്ട് എക്സാമിന് ചോദിക്കുന്നു. അങ്ങനെയാണല്ലോ യൂഷ്വലി വരാറ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയും ബിയാ പഠിപ്പിക്കണമെങ്കിൽ സി പോയി അസൈൻമെൻറ്റ് ചെയ്യാൻ പറയും. സി കണ്ടുപിടിച്ചുകൊണ്ടേ വരും ആ ഒരു സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്ത് നമ്മൾ തന്നെ കുറേ ഡീറ്റെയിൽസൊക്കെ നോക്കി നമ്മൾ തന്നെ എല്ലാം ചെയ്യും. നമ്മൾ സെൽഫ് സ്റ്റഡിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുവഴിയാണ് അസൈൻമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യാൻ നേരത്ത് സ്ട്രക്ചറും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വരാൻ നേരത്ത് തന്നെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യരുത് അസൈൻമെൻ്റ് അല്ലേ എളുപ്പമായിരിക്കും എന്ന് എക്സ്പെക്റ്റ് ചെയ്ത് വരരുത്. നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യാത്ത സ്ട്രക്ചറിന് വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതനുസരിച്ച് പാടും ഉണ്ടാവും. അപ്പോൾ തുടക്കത്തിൽ തന്നെ നല്ല മാർക്ക് കിട്ടും. ഞാൻ ഇത്രയും സമയം സ്പെൻഡ് ചെയ്ത് എഴുതിയതല്ലേ അസൈൻമെൻറ്റ് നിങ്ങൾ വിചാരിക്കരുത്. ചിലപ്പോൾ മാർക്കിംഗ് ക്രൈറ്റീരിയ വരെ ഡിഫറെൻ്റ് ആണ്. അതൊക്കെ നിങ്ങൾ വലിയ എക്സ്പെക്റ്റേഷൻസ് വയ്ക്കുക. പിന്നെ അത്രേ ഉള്ളൂ. വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നത്. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ എനിക്കൊരു DM അയയ്ക്കുക. ഞാൻ 2-3 ഡേയ്സിൽ റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. നമ്മുടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ കമൻറ്റ് സെക്ഷനിലും ഇടാനായിട്ട് ശ്രമിക്കുക. പിന്നെ എന്താ നമ്മൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇൻസ്റ്റാഗ്രാമിലും ഇപ്പോൾ റീൽസ് ആണെങ്കിലും ഡേ ഇൻ മൈ ലൈഫൊക്കെ ആഡ് ചെയ്യാറുണ്ട്. നിങ്ങൾ അതും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ എൻ്റെ ഈ ചാനൽ ഒന്ന് 10K എത്തിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. എനിക്ക് വളരെ ആഗ്രഹമാണ് 10K എത്തിക്കണമെന്ന്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ലൈക്ക് ചെയ്യുന്നതൊക്കെയാണ് എനിക്ക് പിന്നെ വീഡിയോ ചെയ്യാനൊരു മോട്ടിവേഷൻ. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്താണ് കുറച്ചുകൂടി റീച്ച് വേറെ ആളുകളിലേക്കും ഈ വീഡിയോ ഒക്കെ എത്തുള്ളൂ. അത്രേ ഉള്ളൂ. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി കാണുന്നവരെ ബൈ ബൈ.